യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളത് ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നത് എന്ന് അറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവർ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആവുന്നു എന്ന നീതികേട് അവനിലില്ല. മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ത്? അതിന് പുരുഷാരം, നിനക്കൊരു ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിങ്കിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കയാൽ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു. എങ്കിൽ ഞാൻ ശബത്തിൽ ആ മനുഷ്യൻ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നു. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ.